പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേരം പരവര വെളുത്തു തുടങ്ങുന്ന കർണാടക ഇന്നലെ രാത്രി എല്ലാം സംഭവിച്ചു കഴിഞ്ഞത് അല്ലേ. നമ്മള് എന്താണെന്ന കേട്ട് നീ അറിഞ്ഞി. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ റൂമിലോട്ടൊക്കെ വന്നായിരുന്നു. എന്താണ് വിഷ്ണു കുളിക്കുന്ന. എടാ നിങ്ങളൊക്കെ ഒരുങ്ങിയാടാ. ഞാൻ പറഞ്ഞു നമ്മള് വേറെ റൂമിലോട്ട് എത്തിയായിരുന്നു. പിന്നെ റൂം കിട്ടിയില്ല. അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ കിട്ടി എന്നാലും കിട്ടിയില്ല. 8 വരെ കിടക്കണ്ടിയാണ്. കുഴപ്പമില്ല. എന്നാലും ആദ്യമേ നമ്മളൊന്ന് ക്ഷമിച്ച്. അതിൻ്റെ ഇടയിൽ വ്ളോഗ് ചെയ്യാത്തില്ലേ സംഭവങ്ങളൊന്നും. അതിപ്പോഴാ വാർത്തത് വ്ളോഗ് ചെയ്തില്ലെന്നുള്ളതിൽ. ഇവിടുന്ന് 6 മണിക്ക് എണ്ണിക്കാനാണ്. ഇപ്പൊ 7 മണിയൊക്കെ ഉണ്ടായി. നമ്മള് ഇങ്ങനെ ഈ റൂമിലുള്ള കാലന്മാര്. ഇപ്പൊ എന്തോലും നീ റെഡി ആയിട്ട് വയസ്സ്. ഇനിയിപ്പൊ ഒന്നും എടുത്തോണ്ട് ഇന്ന പോക്ക് നടക്കൂല. അപ്പൊ നമ്മളങ്ങനെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചെറുക്കന് ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിഷ്ണു ചെറുക്കനെ പോണ്ടേ. വാ നമ്മുടെ വിഷ്ണു ചെറുക്ക ഇവിടെ കണ്ട് പോണ്ട്. ഈ ആസ്വദിക്കുന്നുണ്ടോ? ഗ്രൗണ്ട് കണ്ടോ? മപ്പ് ഗ്രൗണ്ട് പച്ചപ്പൊക്കെ ഗ്രൗണ്ടാടാ. ക്രിക്കറ്റ് ഗ്രൗണ്ടാ. ഇങ്ങനെ നേരത്തെ വെച്ചൂടെ. ഔട്ട് ഓഫ് 10 അപ്പൊ നീ നേരെ നമ്മക്ക് താഴെ കഞ്ഞി ചെന്ന് തിന്നണം അല്ലേ? അവിടെ പോവാ. എടാ അവിടെ പോയി തിന്നണം. അമ്മ ഇന്നങ്ങോട്ട് ഇറങ്ങൂ. നിന്ന് തരാൻ കഴിച്ചു. പൈസ നമ്മള് താഴെ ഇറങ്ങി വന്നപ്പോ ചെറുക്കന്മാരൊക്കെ വിട്ടിരിക്കുന്നു. റോഡി ആയിരുന്നില്ല. നമുക്കൊരു കഴിക്കാൻ പോകും. പിന്നെന്തിനാ എത്ര നേരത്തെ വിളിച്ചിറക്കി? പൈസ നമുക്ക് അങ്ങോട്ടങ്ങ് കടന്നു നോക്കിയല്ലോ. ഇങ്ങനെ ഉണ്ട് കൈസ് ഈ ഹൈവേ. മപ്പ് തന്നെ കേട്ടാ. ലോറി അവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മല. ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങൾ വെറുതെ ഇടപെട. ആർക്കും വേണ്ടത്. കൃഷിയില്ല, ഒന്നുമില്ല. ചുമ്മാ കറ കാട് പിടിക്കാറ് സ്ഥലങ്ങൾ ഇതിനായിട്ട് ഇടപെടും. ഇനി തിന്നാൻ കയറിയിട്ട് വരാൻ ചോദിച്ചു. നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇടിയപ്പം, പൂരി, ദോശ ഉണ്ട്. അത് നമ്മളെല്ലാം ബ്രെഡുണ്ട്, ചായയുണ്ട്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. നമ്മൾ ഇവിടെ കൊണ്ട് തുടങ്ങാൻ പോകുന്നത് നേരെ ഗൂർഗിലോട്ട് ചുറ്റി പിടിക്കുക. നമ്മള് ഗൂർഗില് വന്ന് ഗൂർഗ് അല്ലേ. ഗൂർഗ് കാടല്ലായിരുന്നു ഇവിടെ. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്കി എത്ര വൈകിട്ടുണ്ട്. ഹലോ ഗൈസ്. കണ്ണി പോയിക്കൊണ്ടിരുന്ന ഓടിക്കോട്ടോ. ഇന്ത്യയിലോട്ട് വന്നു ചേക്കേറി കുഴപ്പമായി. എത്ര പേര് ചൈനീസ് സാധനങ്ങളുണ്ട്. അനിമയൊക്കെ. അത് കാർത്തിക് അതാ കട മൊത്തം മേടിച്ചേനെ. ഇപ്പൊ അത് കണ്ടിട്ട് അണ്ണേ കട മൊത്തം മേടിക്കും. ഇത് എവരെ സത്യം പറഞ്ഞ എന്തോ ബുദ്ധനാവാൻ പഠിക്കുന്ന സ്ഥലമാണ്. ബുദ്ധന്റെ ശീലങ്ങൾ ഇതൊക്കെ കാണാനാണ്. ബുദ്ധന്റെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരു ബുദ്ധനായി ഇറങ്ങും. നിങ്ങൾ ഇവിടെ തൊട്ട് നിക്കുക. ഇത്രയും കാണിച്ചു തരാം. ഇതിൽ കൂടുതലൊന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. പറ്റുന്നവരെ നമ്മള് കാണിക്കാം. നമുക്ക് എടുക്കാം. അപ്പം കില്ലാടിയാ കാണുമ്പോഴേ അറിയാം. ഇങ്ങനെയാണ് അതിനകത്ത് വരും. നമ്മൾ വിശേഷം വീഡിയോ എടുക്കുന്നത്. മറ്റുള്ള കാര്യം എടുത്ത് തരാം. അതാണ് എൻട്രൻസ്. ബാക്കി കാണിച്ചു തരാം. അതാണ് എൻട്രൻസ്. അത് കഴിഞ്ഞ് ഈ സൈഡിൽ വേറെ സാധനം പറ്റുമെന്നാ തോന്നുന്നു. കാരണം വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അപ്പം കിട്ടുമെന്നറിഞ്ഞോ. കിട്ടുമെന്നൊരു പേടിയുണ്ട്. ദശാപം കിട്ടിയ ജീവിതം കുഴപ്പമാകും.
ഇതാണ് ഇതിൻ്റെ അകം. ഇതിനകത്തോട്ട് കയറി വീഡിയോ എടുക്കാമെന്ന് അറിഞ്ഞൂടാ. വന്ന് വെളിയിൽ നിന്ന് എടുത്ത് കാണിക്കാം, എന്നിട്ട് അകത്ത് കയറി നോക്കാം. അതുപോലെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി എന്തൊരു സംഭവിക്കുന്നില്ല. ഇതിലേതോ ബുദ്ധി നടക്കിയിരിക്കുന്നു. അപ്പോൾ സ്കേറ്റ് സീലിങ്ങനെ കണ്ടു. നമ്മളത് കണ്ടിട്ടൊക്കെ വരാൻ കഴിച്ചു. നമ്മുടെ ചൈനീസ് സംഭവത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേന് അവിടെ ഒരു കട കയറി. കടയെ കണ്ടു. ഇവിടെ മുകളിൽ ചൈനീസ് ഐറ്റംസ്. ഇതെന്താന്നറിയാം? പിസ്റ്റല്ലേ? അത് ഐറ്റംസ് ഉണ്ട്. ഇത് ലേഡി ബേഡ്. ഇത് എങ്ങനെയാണ് പിടിക്കുന്നത്? വേറെ സാധനം കിട്ടി. ഇപ്പം തന്നെ നമുക്ക് ലൈവ് പ്രാങ്ക് ചെയ്യും. ശാലുവിന് ഇതൊക്കെ ഈപ്പരിയായി ഇതൊക്കെ. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. എവിടെ? ഏതോ ഒരു ഡാം. ഏതോ ഡാം. ഡാമിന്റെ അടുത്തോട്ട് നിന്നിട്ട് വരാം. ഇതാണ് എൻട്രൻസ്. ഹറാങ്കി റിസർവയർ. 7 മണിയിട്ട് ഏരിയാണ്. മ്യൂസിക്കൽ ഫൗണ്ടൻ. മ്യൂസിക്കൽ ഫൗണ്ടൻ ലൈവ് അല്ല, വ്ളോഗാ. ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ അകത്തോട്ട് കയറുന്ന അത് കയറട്ടെ. നമ്മളെ ഡാമിന്റെ ഉള്ളിലോട്ട് ഡാമിന്റെ ഷട്ടറിന്റെ ഇടയിൽ കയറാൻ പോണേ. പിന്നെ അല്ലാതെ എന്തുകൂടാ ഡാമിന്റെ ഷട്ടർ കാണുന്നുണ്ടോ? തുറന്ന് കാണിച്ചു തന്നിരുന്നേ ഇതിന്റെ ഡാമില്ലടാ. അതെ അതെ. നമ്മള് ഡാമൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി കാണാനുള്ളത് വിഷ്ണുവിൻ്റെയും ഫെബിൻ്റെയും വിളയാട്ടം. മുതുക്കളെല്ലാം കൂടെ കിടന്നുണ്ട്. പിള്ളേർ കളിക്കുന്നതാണ്. ആട്ടം കൊള്ളാം. ഊഞ്ഞാലാട്ടിട്ടൊക്കെ എത്ര വർഷമായി? ആട്ടിയിട്ടും കുറേ വർഷമായി. നമ്മുടെ ഡാമിൻ്റെ അടുത്ത് വേറൊരു സ്ഥലമാണ്. എന്തൊരു ബ്യൂട്ടി എന്നൊന്ന്. മപ്പ് സ്ഥലം. കപ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ കപ്പിൾസിനൊക്കെ എൻജോയ് ചെയ്യാം. എടാ നിന്നെയൊക്കെ ജോലി ഇറക്കണേ. ഹലോ ഹലോ നമ്മളെ അനധികൃതമായിട്ട് അതിലേടി ഡാം കാണാൻ പോകണം. അമ്പിയണ്ട കൊരുത്തിരിക്കുക ഒരു സുഖം കാണില്ല. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം ലണ്ടനിൽ എത്തിയാണ് ആഘോഷിക്കാം. നല്ല വ്യൂ. നമ്മളെ മറ്റേ ഡാമിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ബാമ്പു പുറത്തോട്ട് കയറുന്നത്. ശബ്ദമൊക്കെ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 1 ഡാൻസ് ഉണ്ടായിരുന്നു. വീഡിയോ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അയച്ചു തരാം. 6 മണിക്ക് ഒരു വലിയ വാറ് നടക്കാൻ പോവുകയാണ്. വാറുണ്ട്. നമ്മളെ 2 ദിവസമായിട്ടായിരുന്നു മത്സരം. നമ്മൾ അറിഞ്ഞു ഉള്ളി അവരുടെ വണ്ടി ലൈറ്റ് കൂടുതലുണ്ട്. നമ്മുടെ വണ്ടി അതില്ല. നമ്മുടെ വണ്ടി സൗണ്ട് ഉണ്ട്, അത് ചെയ്യാത്തില്ല. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ശബ്ദവും പോയി, എല്ലാം പോയി. എങ്ങനെയുണ്ട്? ഇല്ലാടി സ്ഥലം. മഴ ഇനി മഴ വേഗൂരൊന്നും ഇല്ലല്ലോ. ഇത് ശാലിന്റെ വീട് മൊത്തം ഇതാണ്. ആദ്യമായിട്ടാണേ കാണുന്നത്. നമ്മളങ്ങനെ വന്ന് ബാംബു ഫോറസ്റ്റിനകത്തൊരു ആറ്റിനകത്ത് വന്ന് വെട്ടിരിക്കുകയാണ്. പോകണമെങ്കിൽ ബോട്ട് എത്തുന്നതാണ്. വെള്ളം കൂടുന്നുണ്ട്, അല്ലെങ്കിൽ മലക്കും തലവതിക്കും. പക്ഷേ എടുത്ത് വന്നപ്പോഴത്തേന് നമ്മുടെ ഐഫോണിന്റെ ചാർജ് അങ്ങ് കയറുന്നു. അത് ഓഫായി. ക്വാളിറ്റി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും. പുഴയുണ്ട്, കടലുണ്ട്. ലോഗ് പൈസ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ എവിടെയെങ്കിലും വലുതായിട്ട് കാണാൻ ലൈറ്റൊക്കെ പോയി. അപ്പോൾ ഇവിടുന്ന് വെളിയിറങ്ങിയിട്ട് നമ്മുടെ ബസ്സിൻ്റെ അക്രമം മോഡ് അവർ പാർക്കിംഗ് ഇട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരെ അക്രമം മോഡ് കാണാൻ പോകും. നമ്മളങ്ങനെ കൊച്ചിയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്.
അങ്ങ് കർണാടകയിൽ നിന്നും. എന്താ പറയാണ്ട്? കാലൊക്കെ നീരായി എല്ലാം ഓ കാലൊക്കെ വലുതായി, ജിമ്മിൽ പോയണ കാലൊക്കെ. എല്ലാവരുടെയും കാല് വലുതായി. ആരുടെയും shoe ഇടുന്നില്ല. നമ്മള് നേരെ വണ്ടർലാൻഡിലോട്ട് പോകുമ്പോ വണ്ടർലാൻഡിലോട്ട് പോവാ. എന്താ ഫ്ലൈ എവറേജ് മെസ്സിയാ. ഇതെന്തുവാ? ഇതൊന്നുമില്ല. ഇതെന്ത് ഓന്തോ? അപ്പൊ ഈ നമുക്ക് നേരെ വണ്ടർലയിലോട്ട് പോവാ. രണ്ടു മൂന്ന് ദിവസം നീണ്ട് നമ്മുടെ ടൂർ വ്ളോഗ് രാത്രി ഉറക്കത്തോടങ്ങ് നിർത്താൻ പോവുകയാണ്. രാത്രി 12 മണിക്ക് 12 മണിയായി. നമ്മളായിരം എത്താറായി. ഇറങ്ങില്ല പിന്നെ നാളത്തെ വ്ളോഗ് നോട്ട് തീരുവാണ്. ശരി. ഓക്കെ.